ഹലോ മക്കളെ, വെൽക്കം ടു റൈസ് എയ്ഗൺ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് മൊമെന്റ് ബാർ എന്ന് പറയുന്ന എക്സ്പെരിമെന്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു എക്സ്പെരിമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ മക്കൾക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് ലാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റും. സോ നമ്മുടെ ഫസ്റ്റ് ഇയർ ഫിസിക്സിലെ ഏറ്റവും എളുപ്പമുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് മൊമെന്റ് ബാർ എന്ന് പറയുന്നത്. മൊമെന്റ് ബാർ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന അപ്പാരറ്റസുകളാണ്. ഇതിൽ നമുക്ക് ഒന്നാമതായിട്ട് വരുന്നത് ഒരു മീറ്റർ സ്കെയിൽ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു അൺനോൺ വെയിറ്റ് തന്നിട്ടുണ്ടായിരിക്കും. മിക്കവാറും ഒരു കല്ലായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്ലോട്ടഡ് വെയിറ്റ്സ് തരുന്നുണ്ട് അല്ലെ. നമ്മുടെ 50 ഗ്രാമിന്റെ ഓരോരോ സ്ലോട്ടഡ് വെയിറ്റുകൾ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ളത്. സോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എക്സ്പെരിമെന്റിലേക്ക് പോവാം. റെഡി? അപ്പൊ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ മൊമെന്റ് ബാർ അപ്പാരറ്റസിനെ നമ്മൾ ഈ സ്കെയിലിനെ ഈ പറയുന്ന ഒരു എന്ത് ചെയ്യണം, ഹോൾഡറിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കലാണ്. അങ്ങനെ കെട്ടിവെക്കുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് ഈ സ്കെയില് അതിന്റെ സെന്റർ ഓഫ് മാസിലേക്കായിട്ട് നമ്മൾ മാറ്റണം. സോ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ കയർ നമ്മൾ നീക്കണം അല്ലെ. ഈ കയർ നീക്കി കഴിഞ്ഞാൽ നമ്മളൊരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തുന്ന സമയത്ത് യെസ് ഇത് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കും. നോക്കിക്കഴിഞ്ഞാൽ യെസ് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇതിങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലെ. നമ്മുടെ തുലാസ് ഒക്കെ നിൽക്കുന്ന പോലെ, കോമൺ ബാലൻസ് ഒക്കെ നിൽക്കുന്ന പോലെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ആയി നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതാണ് നമ്മൾ ജി എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. സോ ജി എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മളിപ്പോ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അനക്കാൻ പാടില്ല. ഇനി ഈ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇത് അനക്കാനേ പാടില്ല. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള അൺനോൺ മാസിനെ നമ്മൾ ഒരു സൈഡിലേക്കും ഇവിടെ നിന്ന് ഈ ഒരു സ്കെയിലിന്റെ ഒരു സൈഡിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അൺനോൺ മാസിനെ നമ്മൾ ഒരു സൈഡിലേക്ക് നീക്കി കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ നീക്കേണ്ട മറ്റൊരാളുണ്ട്, നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്യേണ്ട മറ്റൊരാളുണ്ട്. അയാളുടെ പേരാണ് സ്ലോട്ടഡ് വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ലോട്ടഡ് വെയിറ്റ് നമ്മൾ എടുക്കാം. ഇതാണ് നമ്മളുടെ സ്ലോട്ടഡ് വെയിറ്റ്. സോ സ്ലോട്ടഡ് വെയിറ്റിനെ മറ്റൊരു സൈഡിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇട്ട് കൊടുക്കാം. റെഡി ആണല്ലോ. ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കലാണ് നമ്മളെ രണ്ടാമത്തെ പണി എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു വെയിറ്റിലേക്ക്, അതായത് നമ്മുടെ അൺനോൺ വെയിറ്റിലേക്ക്, ഈ കല്ലിലേക്കുള്ള ജി എന്ന് പറയുന്ന ഈ പോയിന്റിൽ നിന്ന് കല്ലിലേക്കുള്ള ദൂരത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. ഈ കല്ല് വെച്ച പോയിന്റിനെ സർ ബി എന്ന് അല്ലെങ്കിൽ നമുക്ക് എ എന്ന് വിളിക്കാം അല്ലെ. കല്ല് വെച്ച പോയിന്റിനെ നമുക്ക് എ എന്നും സ്ലോട്ടഡ് വെയിറ്റ് വെച്ച പോയിന്റിനെ ബി എന്നും നമ്മൾ വിളിക്കുകയാണ്. സ്ലോട്ടഡ് വെയിറ്റ് വെച്ച പോയിന്റിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, ബി എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കല്ല് വെച്ചിട്ടുള്ള ഈ ഒരു പോയിന്റിനെ, അൺനോൺ മാസ് വെച്ചിട്ടുള്ള ഈ ഒരു പോയിന്റിനെ സാർ എന്താ വിളിക്കുന്നത്, എ എന്നും നമ്മൾ വിളിക്കുകയാണ്. ഓക്കെ ആണല്ലോ, റെഡി ആണല്ലോ. യെസ്. അപ്പൊ നമ്മൾ നമ്മുടെ ടേബിളാർ കോളത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഈ കല്ല് വെച്ച സെന്ററിൽ നിന്ന് കല്ല് വെച്ച ഈ പോയിന്റിലേക്ക് നമുക്ക് എ എന്ന് പറയാം. അതുപോലെ സ്ലോട്ടഡ് വെയിറ്റ് വെച്ചിട്ടുള്ള ഈ ഒരു പോയിന്റിലേക്ക് ബി എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ. സോ സ്ലോട്ടഡ് വെയിറ്റ് ആണ് ബി എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നത് ബി ജി എന്ന് പറയുന്ന, അതായത് ബി എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്, ബി എന്ന് പറയുന്നത് നമ്മുടെ സ്ലോട്ടഡ് വെയിറ്റ് വെച്ച പോയിന്റ് ആണ്. അത് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. സപ്പോസ് ഇത് ഞാനൊരു കറക്റ്റ് ആയിട്ട് ഇപ്പൊ 49 ഇവിടെ വന്ന് നിൽക്കുന്നത്. ഓക്കെ, സോ 49 50 വന്ന് നിൽക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, കറക്റ്റ് ആയിട്ട് ഒരു 10 സെന്റിമീറ്ററിലേക്ക്, അഥവാ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 60 എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഞാൻ ഇത് കൊണ്ടുപോയി വെച്ചു. സ്ലോട്ടഡ് വെയിറ്റിനെ ഫിക്സ് ചെയ്തു. ഇനി ഇത് കറക്റ്റ് ബാലൻസ്ഡ് ആയി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ കല്ല് നമ്മൾ എത്ര ദൂരത്തേക്ക് കൊണ്ടുവരണം, അതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്. സോ കല്ല് നമ്മൾ എന്ത് ചെയ്യുന്നു, നീക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, കല്ലിനെ നമ്മൾ നീക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര വെച്ച സമയത്താണ്, ഇപ്പം ഈ സ്ലോട്ടഡ് വെയിറ്റിൽ എത്രയാണ്, 50 ഗ്രാം ആണ്. അതായത് വെയിറ്റ് ഒന്നും ഇടാതെ വെച്ച് കഴിഞ്ഞാൽ 50 ഗ്രാം ആണ് നമുക്ക് കിട്ടുക. ഇപ്പം എത്ര സെന്റിമീറ്ററിലാണ് ഇത് നിൽക്കുന്നത്, കറക്റ്റ് ആയിട്ട് പറഞ്ഞാല് എ ജി എന്ന് പറയുന്നത്, അതായത് ഇവിടെ നിന്ന് ഈ വെയിറ്റിലേക്കുള്ള ദൂരം എ ജി എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് എത്രയാണ്, യെസ്. അപ്പൊ ഫസ്റ്റ് റീഡിംഗ് നമ്മൾ 50 ഗ്രാം കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എത്രയാണ്, കറക്റ്റ് 10 സെന്റിമീറ്ററിൽ നമ്മൾ 50 ഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇനി മാറ്റമില്ല. ഇത് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അതായത് ബി ജി എന്ന് പറയുന്നത് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല. നമുക്കറിയാം ഇവിടെ നിന്ന് നമ്മുടെ ഈ പറയുന്ന 50 എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പോയിന്റിൽ നിന്ന് എ എന്ന് പറയുന്ന, അഥവാ ജിയിൽ നിന്ന് എയിലേക്കുള്ള ഈ ദൂരം നമുക്ക് കിട്ടിയത് കറക്റ്റ് ആയിട്ട് എത്രയാണ്, കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയ പോയിന്റ് എന്ന് പറയുന്നത് യെസ് ഇവിടെ 43. അപ്പൊ നമുക്കൊരു 7 സെന്റിമീറ്റർ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അല്ലെ. 7 സെന്റിമീറ്ററിൽ കറക്റ്റ് ആയിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. സോ നമ്മുടെ ഫസ്റ്റ് റീഡിംഗ് കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതാ ഒരു 50 ഗ്രാമിന്റെ സ്ലോട്ടഡ് വെയിറ്റ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്.
50 ഗ്രാം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് ബാലൻസ്ഡ് അല്ലാതായിട്ട് മാറും അല്ലെ. ഇത് എത്രയായിട്ട് മാറി? 100 അല്ലെ. ഓൾറെഡി ഉണ്ടായിരുന്ന 50യും പിന്നെ നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ള 50യും കൂടെ ചേർന്ന് 100 ആയി. അങ്ങനെയാണെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന കല്ലിനെ നമ്മൾ നീക്കണം. കല്ല് നീക്കുന്ന സമയത്ത് യെസ് ഇത് ബാലൻസ്ഡ് ആയി. കറക്റ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് 14 സെന്റിമീറ്ററിൽ, കറക്റ്റ് പറഞ്ഞാൽ 14 സെന്റിമീറ്ററിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ബാലൻസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അതായത് ഒരു സ്ലോട്ടഡ് വെയിറ്റ് 150 ആക്കാൻ വേണ്ടി ഒരു സ്ലോട്ടഡ് വെയിറ്റും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സോ നമ്മൾ ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു സ്ലോട്ടഡ് വെയിറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? റീഡിങ് നമ്മൾ നീക്കുകയാണ്. ഓക്കെ, കല്ല് നീക്കുന്നുണ്ട്. യെസ്, ഇപ്പൊ ഇത് ബാലൻസ്ഡ് ആയല്ലോ. ഈ ഒരു പോയിന്റ് ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള, അതായത് നമ്മുടെ ജി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമ്മുടെ കല്ല് വെച്ച ആ കയറിലേക്കുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിട്ടുണ്ടായിരുന്നത്? അല്ലെ, നമ്മളതാണ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കോൺസ്റ്റന്റാ. ഈ 10 സെന്റിമീറ്റർ കോൺസ്റ്റന്റ് ആക്കിയിട്ടാണ് നമ്മൾ വെച്ചത്. സോ ഈ വേരിയിങ് ആയിട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ കല്ലിലേക്കുള്ള ദൂരമാണ്. അത് നമുക്ക് കിട്ടിയിട്ടുള്ളത് AG എന്ന് പറയുന്നത് നമുക്കിപ്പോ ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു 21.5 വരുന്നുണ്ട്. സോ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? റീഡിംഗ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ഇതിന്റെ കാൽക്കുലേഷനിലേക്ക് പോകാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പിക്ചറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മൾ നേരത്തെ സെന്റർ ചെയ്ത് നിർത്തിയിട്ടുള്ള പോയിന്റ് അല്ലെ, ജി എന്ന് പറയുന്നത്. കറക്റ്റ് സെന്റർ ഓഫ് മാസ് ഒപ്പിച്ച് നിർത്തിയ പോയിന്റ് ആണ് ജി. ഇത് നമുക്ക് കിട്ടിയത് എത്രയാണ്? 50 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കറക്റ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50യിലാണ് അത് നിൽക്കുന്നത്. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം, അതായത് എയിലേക്കുള്ള, ജിയിൽ നിന്ന് എയിലേക്കുള്ള ദൂരത്തിലാണ് നമ്മൾ സ്റ്റോൺ വെച്ചിട്ടുള്ളത്. ഇനി ജിയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? സ്ലോട്ടഡ് വെയിറ്റ് വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മൾ 10 സെന്റിമീറ്ററിൽ കറക്റ്റ് 10 സെന്റിമീറ്ററിൽ നമ്മൾ ഫിക്സഡ് ആക്കി വെച്ചത്. സോ നമ്മുടെ ടേബിളാർ കോളത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ 50 ഗ്രാം കൊടുക്കുന്നു. AG നമുക്ക് കിട്ടിയിട്ടുള്ളത് 7 സെന്റിമീറ്റർ ആണ്. BG നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചതാണ് 10 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഇക്വേഷൻ എന്താ? W നമ്മൾ കൊടുക്കുന്ന വെയിറ്റ് ആണ് ഇൻറ്റു BG ഡിവൈഡഡ് ബൈ AG. W ഇൻറ്റു BG ബൈ AG എന്ന് പറഞ്ഞാൽ 50 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 7 71.42. അടുത്ത റീഡിംഗിന് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 100 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 14 71.42. 150 into 10 divided by 21.5 69.7 ആണ്. സോ ഇതിന്റെ ആവറേജ് വാല്യൂ ആയിട്ട് 70.84 ഗ്രാം ആണ് നമുക്ക് കിട്ടുന്നത്. ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 70.48 into 10 raised to minus 3 10 raised to minus 3 മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. സോ നമ്മൾക്ക് ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫൈനൽ വാല്യൂ കിട്ടുന്നു. ഇത്രയും സിമ്പിൾ ആണ് ഈ ഒരു എക്സ്പെരിമെന്റ്. അപ്പൊ മക്കളെ, നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 70.84 എന്ന് പറയുന്ന വാല്യൂ ആണ്. 70.84 into 10 raised to minus 3 കിലോഗ്രാം എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു എക്സ്പെരിമെന്റ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ല മാർക്കോട് കൂടി തന്നെ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റും. സോ ഇതിന്റെ വൈവ ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പോയിട്ട് കണ്ടോളാം.